നിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധം ഉണ്ടായി. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധം ഉണ്ടായി. അടുത്ത വാക്യം, ദാവീദ് തൻ്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. അടുത്ത വാക്ക് ശ്രദ്ധേയമാണ്. ദാവീദ് തളർന്നു പോയി. 15-ാം വാക്കിന്റെ ഒടുവിലത്തെ പദം നിങ്ങൾ കണ്ടോ? ദാവീദ് തളർന്നു പോയി. 17-ാമത്തെ വാക്യം ഇനി നോക്കിയേ. 17-ാമത്തെ വാക്യം, എന്നാൽ എന്ന് പറഞ്ഞാൽ ദാവീദ് തളർന്നു പോയി. ശരിയാണ്. എന്നാൽ സെരൂയുടെ മകനായ അബീഷായ് അവന് തുണയായി വന്നു, ഫെലിസ്ത്യനെ വെട്ടിക്കൊന്നു. രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വാക്യം കിട്ടിയോ? വാക്യം എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും കിട്ടി. സ്തോത്രം. ഇനി ശ്രദ്ധിച്ചേ. 15-ാമത്തെ വാക്യം പറയുന്നു ദാവീദ് തളർന്നു പോയി. എന്നാൽ 17-ാമത്തെ വാക്യം പറയുന്നു അബീഷായ് അവന് തുണയായി വന്നു. ദാവീദ് തളർന്നു പോയി, ശരിയാണ്. പക്ഷെ അബീഷായ് അവന് തുണയായി വന്നു. അർത്ഥം, തളർന്നു പോകുന്നവന് തുണയായി അയക്കുന്ന, സഹായം അയക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽ വിശുദ്ധ ആരാധനയിൽ ഇരിക്കുമ്പോൾ ഹൃദയം തുറന്ന് ഈ ദൂതിനെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? എൻ്റെ തളർച്ചകളിൽ എനിക്ക് തുണയായി വരുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. എൻ്റെ തളർച്ചകളിൽ എനിക്ക് വേണ്ടി സഹായമായി ഇറങ്ങുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഞാൻ ഇന്ന് പകൽ ആ വാക്ക് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തളരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ തളർച്ചകളെ മുൻപ് കൂട്ടി കാണുന്ന ദൈവം, ഞാൻ തളർന്നു പോകാതിരിക്കാൻ എനിക്ക് തുണയായി വരുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ദാവീദ് തളർത്തുപോയി എന്നുള്ള വേദപുസ്തകത്തിനകത്ത് അധികം വാക്യങ്ങളൊന്നുമില്ല. ഈ വാക്യം പറയുന്നു, പക്ഷെ ദാവീദ് തളർന്നു പോയി. ദാവീദ് തളർന്നു പോകുന്നത് എപ്പോഴായെന്നറിയാമോ? യുദ്ധം ഉണ്ടായപ്പോൾ ദാവീദ് തളർന്നുപോയി. ഒരു മനുഷ്യൻ തളരുമോ? ഒരു മനുഷ്യന് തളരാൻ സാധ്യതയുള്ള മേഖലകളുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ച്, എന്നെ കണ്ണു തുറന്നു നോക്കിയാട്ടെ. എല്ലാവരും എന്നെ കണ്ണു തുറന്നു നോക്കിയാട്ടെ. ഒരു മനുഷ്യൻ തളരുമോ? തളരാൻ സാധ്യതയുള്ള മേഖലകളുണ്ടോ? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആമേൻ, മറ്റുള്ളവരുടെ വഞ്ചന ഒരു മനുഷ്യനെ തളർത്തിക്കളയും. കേട്ടില്ല? ഞാൻ ഒന്നുകൂടെ വാക്ക് നിർത്തി പറയുന്നു, മറ്റുള്ളവരുടെ വഞ്ചന ഒരു മനുഷ്യനെ തളർത്തിക്കളയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കണ്ട, 24-ാമത്തെ അധ്യായം പറയുന്നു, മറ്റുള്ളവർ നിന്നെ വഞ്ചിച്ചാൽ നീ തളർന്നു പോകും. എന്ന് വെച്ചാൽ, സഹായിക്കുമെന്ന് ഞാൻ ചിന്തിച്ചവർ, എന്നെ കൈത്താങ്ങും എന്ന് ഞാൻ ചിന്തിച്ചവർ, എനിക്ക് വേണ്ടി ഇറങ്ങി വരും എന്ന് ഞാൻ ചിന്തിച്ചവർ, അവൻ എനിക്ക് സഹായമായിരിക്കും കേട്ടോ എന്ന് ഞാൻ ചിന്തിച്ചവർ എന്നെ വഞ്ചിച്ചാൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്നെ ചീറ്റ് ചെയ്താൽ. അങ്ങനല്ലേ ആ വാക്കിന്റെ അർത്ഥം? എന്നെ വഞ്ചിക്കുക. അവൻ എന്നെ വഞ്ചിച്ചു പാസ്റ്റേ. ആമേൻ. ആ സഹോദരൻ എന്നെ വഞ്ചിച്ചു, അവൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ല, അവൻ എന്നെ വഞ്ചിച്ചു. ഇങ്ങനെ വഞ്ചന മറ്റുള്ളവരുടെ വഴിയിൽ നിന്ന് വെളിപ്പെട്ട് വന്നാൽ നമ്മൾ തളരുവാൻ സാധ്യതയുണ്ട്. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ യോഗത്തിനകത്തിരിക്കുമ്പോൾ ദൈവത്തോട് പറയണം, മറ്റുള്ളവരുടെ വഞ്ചനകൾ എന്നെ തളർത്തിക്കളയാതെ വണ്ണം എന്നെ വഞ്ചിക്കാത്തൊരു സ്വർഗത്തിലെ ദൈവം ഉയരത്തിനകത്തുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ പറയാം, മനുഷ്യൻ നിങ്ങളെ വഞ്ചിക്കുമായിരിക്കാം, സംഘടനക്കാർ നിങ്ങളെ വഞ്ചിക്കുമായിരിക്കാം, പ്രഭുക്കന്മാർ നിങ്ങളെ വഞ്ചിക്കുമായിരിക്കാം, പക്ഷെ എന്നെ വഞ്ചിക്കാത്ത, വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു സ്വർഗത്തിലെ ദൈവം എനിക്ക് ഉയരത്തിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഈ യോഗത്തിനകത്ത് വന്നിരിപ്പുണ്ട്. അതുകൊണ്ട് പാട്ടുപാടൻ പറയുന്നത്, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. പെറ്റ തള്ള മാറിപ്പോകുമായിരിക്കാം, സ്നേഹിതർ മാറിപ്പോകുമായിരിക്കാം, ചാർച്ചക്കാർ മാറിപ്പോകുമായിരിക്കാം, പക്ഷെ ഇന്ന് പകൽ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഉറച്ചു വിശ്വസിച്ച് പറയണം, എൻ്റെ ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല, അവൻ എന്നെ വഞ്ചിക്കുന്ന ദൈവമല്ല. അതുകൊണ്ടല്ലേ വേദപുസ്തകം പറയുന്ന, ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന് തന്നെയാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. ദൈവം വഞ്ചിക്കുന്ന ദൈവമല്ല. ഒന്ന്, വഞ്ചനകൾ നിന്നെ തളർത്തുവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം കേൾക്കണം. യെശയ്യാവ് 33-ാം അധ്യായം പറയുന്നു, ലജ്ജകൾ എന്നെ തളർത്തുവാൻ സാധ്യതയുണ്ട്. ഞാൻ ലജ്ജിച്ചു പോയി. അങ്ങനെ ലജ്ജ അനുഭവിച്ചവർ ഇന്ന് പകൽ ഈ മീറ്റിങ്ങിനകത്തുണ്ടോ? ലജ്ജിച്ചു പോയവർ, ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ വഴി യാത്രകൾക്കകത്ത് ലജ്ജിച്ചു പോയവർ. ലജ്ജ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷിച്ച നന്മ വന്നില്ല, പ്രതീക്ഷിച്ച വിഷയത്തിനകത്ത് അത്ഭുതം വന്നില്ല, ലജ്ജിച്ചു പോയി പാസ്റ്റർ, തല ഞാൻ കുനിച്ചുപോയി, തല ഞാൻ കുനിച്ചു പിടിച്ച് നടക്കുക. മറ്റുള്ളവർ ചോദിക്കുക, തലമുറകൾ എന്തുവായി? മറ്റുള്ളവർ ചോദിക്കുക, നീ വിശ്വാസത്തിനകത്ത് വന്നിട്ട് എന്തായി? ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ തല താഴ്ച പിടിക്കുക, ലജ്ജിച്ചു പോകുക. ഇന്ന് പകൽ യോഗത്തിനകത്തിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ലജ്ജകൾ നിന്റെ തല താഴ്ത്തിക്കളഞ്ഞു, നിന്നെ തളർത്തിക്കളഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. എന്ന് പറഞ്ഞാൽ, ലജ്ജിപ്പിക്കാൻ സാധ്യതയുള്ളവന്റെ നടുവിൽ, ശത്രുക്കളുടെ മധ്യേ അവൻ എനിക്ക് മേശയൊരുക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം പറയുന്നു. അപ്പോൾ ഒന്ന്, വഞ്ചന തളർത്തിക്കളയും. രണ്ട്, ലജ്ജകൾ എന്നെ തളർത്തിക്കളയും. യെശയ്യാവ് 40-ാം അധ്യായം പറയുന്നു, ദൈവത്തിലൊരു മനുഷ്യൻ ആശ്രയിക്കാതിരുന്നാൽ അവൻ തളരുവാൻ സാധ്യതയുണ്ട്. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോഴാണോ സാക്ഷ്യം പറഞ്ഞപ്പോഴാണോ എന്ന് എനിക്കറിയില്ല, സഹിച്ചാൻ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അറിയാമോ വാക്യം? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും, അവർ ക്ഷീണിക്കുകയില്ല. അടുത്ത വാക്യം അറിയാമോ? അവർ തളരുകയുമില്ല. അപ്പൊ അവർ ക്ഷീണിക്കില്ല, അവർ
തളരില്ല. ആര് ക്ഷീണിക്കില്ല? ആര് തളരത്തില്ല? യഹോവയെ കാത്തിരിക്കുന്നവർ ക്ഷീണിക്കില്ല, യഹോവയെ കാത്തിരിക്കുന്നവർ തളരില്ല. അവൻ വേദപുസ്തകം പറയുന്നു, യൗവനക്കാർ ഇടറി വീഴുമായിരിക്കാം, പക്ഷെ യഹോവയെ കാത്തിരിക്കുന്നവർ ക്ഷീണിക്കത്തുമില്ല, അവർ തളരത്തതുമില്ല. അടുത്ത വാക്യം, കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ച് പറന്നുയരും. വിശ്വസിക്കുന്നുണ്ടോ? കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ച് പറന്നുയരും എന്ന് വെച്ചാൽ നാട്ടുകാരുടെ നടുവിൽ നീ ലജ്ജിച്ചു പോകാതെ വണ്ണം, നീ യഹോവയിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ നീ തളർന്നു പോകാതെ വണ്ണം നീ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ആ വാക്യത്തിന്റെ മറുഭാഗമാണ് ഞാൻ പറയുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെങ്കിൽ യഹോവയിൽ ആശ്രയം വെക്കാത്തവൻ തളർന്നു പോകും. ജീവിതത്തിന്റെ യാത്രകളിൽ എപ്പോഴെങ്കിലും തളർച്ച അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്, ദൈവത്തിലുള്ള ആശ്രയം നിശ്ചലമായി പോകുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽ യോഗത്തിനകത്തിരിക്കുമ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ ദൈവത്തോട് പറയാമോ, എനിക്കെന്റെ ആശ്രയം ദൈവത്തിലാണ്, എനിക്കെന്റെ ആശ്രയം ദൈവത്തിലാണ്. അവരാണ് പറയുന്നത്, എന്റെ കണ്ണുകൾ ഞങ്ങൾ പർവ്വതങ്ങളിലേക്ക് എന്ത് ചെയ്യും? ഉയർത്തും. എന്റെ സഹായം എവിടെ നിന്ന് വരും അമ്മാമേ? എന്റെ സഹായമോ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മക്കൾ കരങ്ങളൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. നാലാമത്തെ കാര്യം കേൾക്കണം, വാക്കുകൾ നിന്നെ തളർത്തിക്കളയും, വാക്കുകൾ നിന്നെ തളർത്തിക്കളയും, മറ്റുള്ളവരുടെ വാക്കുകൾ നിന്നെ തളർത്തിക്കളയും. ഞാൻ അജയോട് പറയുക, അജയ് നീ രക്ഷപ്പെടത്തില്ല കേട്ടോ, നീ നന്മ കാണത്തില്ല. ഞാൻ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും നോക്കി ശാപം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അവൻ തകർക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ എൻ്റെ വാക്ക് നിമിത്തം നിങ്ങൾ തളരുവാൻ സാധ്യതയുണ്ട്. വാക്കുകൾ ഒരു മനുഷ്യനെ തളർത്തിക്കളയും. ഇന്ന് പകൽ ഈ ആമുഖ സന്ദേശം കേൾക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് പറയണം, മനുഷ്യൻ എനിക്കെതിരെ എന്തെല്ലാം പറഞ്ഞാലും, മനുഷ്യൻ എനിക്കെതിരെ എന്തെല്ലാം സംസാരിച്ചാലും അവൻ്റെ വാക്കുകൾ എന്നെ തളർത്തി കളയത്തില്ല. കാരണം എന്നോട് സംസാരിക്കുന്നവൻ മനുഷ്യനല്ല, എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എന്നോട് സംസാരിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. അടുത്ത കാര്യം കേൾക്കണം, കരഞ്ഞു കരഞ്ഞു കരഞ്ഞും നിലവിളിച്ചു നിലവിളിച്ചു നിലവിളിച്ചും ഒരു മനുഷ്യൻ തളരുവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനപ്പെട്ട വാക്കാ കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം. സങ്കീർത്തനം 69 മൂന്നാമത്തെ വാക്യം പറയുകയാണ്, നിലവിളിച്ച് ഞാൻ തളർന്നിരിക്കുക, നിലവിളിച്ച് ഞാൻ തളർന്നിരിക്കുക. അയ്യോ, ഒരു മനുഷ്യൻ പറയുക, ഞാൻ പ്രാർത്ഥിച്ച് 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 എന്ത് ചെയ്യുക? തളർന്നിരിക്കുക. യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു പാസ്റ്റേ, കരഞ്ഞ് 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 ഇനി ഒരു തുള്ളി കണ്ണുനീര് കരയാൻ കണ്ണേ ബാക്കിയില്ല, മതി, പ്രാർത്ഥിച്ചു ഞങ്ങൾ മടുത്തുപോയി എന്ന് പറയുന്നവരെ നോക്കി 69 സങ്കീർത്തനം 3 വാക്യം പറയുക, സങ്കീർത്തനക്കാരൻ്റെ അനുഭവം പറയുകയാണ്, അതാ ഞാൻ നിലവിളിച്ച് തളർന്നിരിക്കുന്നു, ഞാൻ നിലവിളിച്ച് തളർന്നിരിക്കുന്നു. ഞാൻ ആ വാക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുക കേട്ടോ, ഞാൻ നിലവിളിച്ച് തളർന്നിരിക്കുന്നു, രക്തം ക്ഷയമെടുക്കുന്നു. ഇവിടെ ആശ്രയം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വന്നേ, ഇവിടെ നിന്ന് രക്ഷ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് കയറി വന്നേ, പെന്തക്കോസി വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നേ. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു 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 തളർന്നു പോയി ഭാഷേ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് കിടക്കുന്നവനെ നോക്കി ദൈവം പറയുന്നു, എഴുന്നേൽക്കണം കേട്ടോ, നിനക്ക് വലിയ ദൂരയാത്രകളുണ്ട്. ആമേൻ. ഇതൊരു ഭയങ്കര പ്രവചന ശബ്ദമാണ് കേട്ടോ. ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ച് പറയുക, പ്രാർത്ഥനയിൽ തളർന്നു പോയ ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോയ ആരെങ്കിലും ഉണ്ടോ? മനസ്സും മടുത്തു പോയ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽ അഭിഷേകമുള്ളവർ ആത്മാവിൽ വിശ്വസിച്ച് പറയണം, എൻ്റെ നിലവിളിയുടെ ശബ്ദം നിമിത്തം ഞാൻ ക്ഷീണിച്ചു പോകുകയല്ല, ഇന്ന് പകൽ ഞാൻ ഷടകുടഞ്ഞെഴുന്നേൽക്കാൻ പോകുകയാണ്. ഈ ഞായറാഴ്ച ദിവസം ഒരു ബലത്തിന്റെ ഞായറാഴ്ചയാകട്ടെ, ഈ ഞായറാഴ്ച ദിവസം ഒരു ധൈര്യത്തിന്റെ ഞായറാഴ്ചയാകട്ടെ, ഈ ഞായറാഴ്ച ദിവസം നിന്റെ അകത്ത് വലിയ ശക്തി ദൈവം പകരുന്ന ഞായറാഴ്ചയാകട്ടെ. ഇത് ദൈവത്തിന്റെ അത്യന്ത ബലം നിന്റെ ശരീരത്തിലും നാവിലും ഹൃദയത്തിലും എല്ലാം ദൈവം പകരുന്ന ഒരു നല്ല പകലായി മാറട്ടെ. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളും ഒരുമിച്ച് ഇന്ന് പകൽ വിശ്വസിക്കാൻ പോകുകയാണ്, എൻ്റെ ദൈവം തളർച്ചയുടെ ദൈവമല്ല, എൻ്റെ ദൈവം ശക്തീകരണത്തിന്റെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ തളർന്നു പോകേണ്ട നിന്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കി ഇന്ന് പകൽ ദൈവം ദൂത് പറയുക, ആ ശരീരത്തിന്റെ ക്ഷീണം നിന്നെ തളർത്തത്തില്ല, ആ മനസ്സിന്റെ ക്ഷീണം നിന്നെ തളർത്തത്തില്ല, ആ ആത്മാവിന്റെ വ്യത നിന്നെ തളർത്തത്തില്ല. കരഞ്ഞു 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 മടുത്തു പാസ്റ്റർ എന്ന് പറയുന്നവരെ നോക്കി ദൈവം പറയുകയാണ്, ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തീകരണത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ആത്മാവ് സ്വർഗം നമ്മുടെ മേൽ ഒരുമിച്ച് പകരപ്പെടാൻ ഓരവരം ശാപനം ഭാനകസ്തനം ശമാനകസ്തനം ധേനകസ്യാവനെ രക്തത്താൽ വചനത്താൽ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ ആ കരം ചോർത്തടിക്കുമ്പോൾ ആത്മാവിൽ വിശ്വസിക്കുക, ഈ ആഴ്ച ഞങ്ങളുടെ ബലത്തിന്റെ ആഴ്ചയാണ്, ഈ ആഴ്ച ഞങ്ങളുടെ ശക്തീകരണത്തിന്റെ ആഴ്ച. ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവം ദൂത് പറയുന്നു. ഗസമന തോട്ടത്തിനകത്ത് ഇതാ ഒരു ദൂതൻ ഇന്ന് പകൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുന്നു. ഗസമന തോട്ടത്തിനകത്ത് എനിക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരാൻ പോകുന്നു. പറയാത്ത പ്രിപ്പയർ ചെയ്യാത്ത കുറച്ച് വാക്കുകൾ ദൈവാത്മാവ് ഇന്ന് പകൽ പ്രവചന ശബ്ദമായി പറയുന്നു. ഗസമന തോട്ടത്തിൽ നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇന്ന് പകൽ ഇറങ്ങി വരാൻ പോകുന്നു. പ്രാർത്ഥിച്ചു മനസ്സുമെടുത്ത നിന്റെ തോട്ടത്തിന്റെ അകത്ത് നിന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദൂതൻ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകണമെന്ന് നീ പറഞ്ഞ
നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ആമേൻ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദൂതൻ ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നു. ഞാൻ ഉറപ്പിച്ച് ഇന്ന് പകൽ പറയുക, ഇത് ദൈവത്തിന്റെ ഭയങ്കര പ്രൊഫറ്റിക്കൽ വേർഡാണ്. യേശുവിന്റെ നാമത്തിൽ റമനം ശേഖബലം പാനകസ്തനം ശമാനകസ്തനം ഭേനകസ്യ. നിന്റെ വീടിനകത്ത് നീ ക്ഷീണിക്കത്തില്ല, തളരത്തില്ല. ദാവീദേ, നീ തളരുമ്പോൾ അഭിഷായി നിനക്ക് കൂട്ടിനായി വരും. നീ തളരുമ്പോൾ മനുഷ്യന്റെ കരത്തേക്കാൾ കവിയും വരും. മഹത്വത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ദാവീദിന് വേണ്ടി ഇറങ്ങി വന്നത് അഭിഷായി ആണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന പുതിയ നിയമസഭ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് അഭിഷായി അല്ല, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് പാസ്റ്ററോ പ്രവാചകനോ അല്ല, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ഗസമന തോട്ടത്തിൽ ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ ദൂതൻ, യെസ് 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 യെസ്, ആരൊക്കെയോ ഇന്ന് പകൽ ആ വാക്കിനകത്ത് ബലപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ ദൂതൻ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുന്നു. എന്തിനാണെന്നറിയാമോ? ഈ പാനപാത്രം മാറാനല്ല, ഇത് ചുമക്കാൻ ഒരു അഭിഷേകത്തിന് വേണ്ടി. ഈ ക്രൂശ് മാറിപ്പോകാനല്ല, ഇത് ചുമക്കാൻ ഒരു ദൈവശക്തിക്ക് വേണ്ടി. രക്തത്താൽ വചനത്താൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുക. ആ ദൂത് പറയുമ്പോൾ എന്റെ ഹൃദയം തുറന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ പാസ്റ്ററോട് നിങ്ങൾ പറയാത്ത വിഷയങ്ങൾ കാണുമായിരിക്കാം, നിങ്ങളുടെ കൂട്ടുവിശ്വാസികളോട് നിങ്ങൾ ഷെയർ ചെയ്യാത്ത വിഷയങ്ങൾ കാണുമായിരിക്കാം. നിങ്ങളുടെ ഗസമന തോട്ടത്തിന്റെ മണ്ണിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ വിയർപ്പ് തുള്ളി രക്തത്തുള്ളി പോലെ ഒരുക്കി പ്രാർത്ഥിച്ചവരായിരിക്കാം. ഇന്ന് പകൽ ആ വിഷയത്തെ എല്ലാം നോക്കി ദൈവാത്മാവ് പറയുകയാണ്, സ്വർഗത്തിനകത്തു നിന്നു ദൈവത്തിന്റെ ദൂതൻ ഇന്ന് പകൽ ഗസമന തോട്ടത്തിനകത്ത് ഇറങ്ങി വരാൻ പോകുകയാണ്. മാറി 3 എണ്ണം പുതച്ചു മൂടി കിടന്നുറങ്ങുന്ന നിന്റെ ഗസമന തോട്ടത്തിനകത്ത് നിന്നെ ശക്തീകരിക്കുന്നത് മാറിക്കിടക്കുന്ന ശിഷ്യന്മാരല്ല, പുറംപറമ്പിൽ ഇരിക്കുന്ന 7 ശിഷ്യഗണമല്ല, അകത്തിരിക്കുന്ന 3 ശിഷ്യന്മാരല്ല, അതിനേക്കാളും അപ്പുറം എന്നെ അയച്ച പിതാവിന്റെ അടുക്കൽ നിന്നു എനിക്കുള്ള ദൂതൻ ഇന്ന് പകൽ ഇറങ്ങി വന്ന് അവൻ ഇന്ന് പകൽ ക്രൂശ് ചുമക്കാൻ എന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ആ ശരീരത്തിനകത്തേക്ക് ഒരു ഭയങ്കര ബലം, അതിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇറങ്ങി വരട്ടെ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ പടിക്കെട്ട് ചവിട്ടി ഇറങ്ങി നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബലത്തിന്റെ ആത്മാവോടുകൂടെ മടങ്ങുവാനുള്ള ഒരു ദൈവ ശക്തിയുടെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒത്തിരി ശുശ്രൂഷകൾ ചെയ്ത ഏലിയാവ്, ഒത്തിരി മിനിസ്ട്രികൾ ചെയ്ത ഏലിയാവ്, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത ഏലിയാവ്, ആമേൻ. കൊട്ടാരത്തിനകത്ത് കണ്ണെഴുതി പൊട്ടുതൊട്ടവളെ നോക്കി ആത്മാവിൽ പ്രവചിച്ച ഏലിയാവ്, കാളയെ കണ്ടമായി അറുത്ത ഏലിയാവ്, രക്തം ക്ഷയമെടുക്കുന്നു, ഓമൻ തോട്ടിലെ വെള്ളമെടുത്ത് ഒഴിച്ച ഏലിയാവ്, തുയിറങ്ങാൻ പ്രാർത്ഥിച്ച ഏലിയാവ്, ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കളഞ്ഞ ഏലിയാവ്. കേൾക്കുന്നുണ്ടോ പദങ്ങളൊക്കെ? ആമേൻ, സ്തോത്രം. ഓടിപ്പോയ 850 പ്രവാചകന്മാരെ തന്റെ ഇടത്തോടെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് വാളുകൊണ്ട് വെട്ടിക്കളഞ്ഞ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ രക്തം ക്ഷയമെടുക്കുന്നു. ആഹാബിന്റെ നെഞ്ചിന്റെ നേരെ വിരൽ ചൂണ്ടി ദൂത് പറഞ്ഞ ഏലിയാവ് ഇപ്പോ ഒരു ചൂരച്ചെടിയുടെ തണലിൽ തളർന്നിരിക്കുക, ഒരു ചൂരച്ചെടിയുടെ തണലിൽ ക്ഷീണിച്ചിരിക്കുക. എന്നാൽ ഏലിയാവേ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ആരാന്നറിയാമോ? കനലിൽ ചുട്ടയപ്പവും തുരുത്തീരെ വെള്ളവുമായി ദൈവത്തിന്റെ ദൂതൻ 40 ദിവസം നിന്നെ ഓടിക്കുന്ന അഭിഷേകത്തോടുകൂടെ ഇന്ന് പകൽ ഇറങ്ങി വരാൻ പോകുന്നു. നീയല്ലോ പറഞ്ഞത് മതി യഹോവയെ മതിയെന്ന്, നീയല്ലോ പറഞ്ഞത് ഇനി ശുശ്രൂഷ വേണ്ടെന്ന്, നീയല്ലേ പറഞ്ഞത് ഇനി മിനിസ്ട്രി വേണ്ടെന്ന്, നീയല്ലേ പറഞ്ഞത് ഇനി എന്നെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാനില്ലെന്ന്. എന്നാൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, നിന്നെ കൊണ്ട് ദൈവത്തിന് 40 ദിവസം ഓടിപ്പിക്കാൻ പദ്ധതിയുണ്ട്. നിന്നെ കൊണ്ട് 40 ദിവസം ഓരേ ബോളം നിന്നെ ഓടിപ്പിക്കുന്ന ദൈവശക്തിയുടെ അഭിഷേകമുണ്ട്. ഇന്ന് പകൽ തളർന്നിരിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുമുണ്ട്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഇന്ന് പകൽ സ്തോത്രം പറ. ഊരപരം ശാപരം ഭാനകസ്തരം ശമാനകസ്തരം ധേനകസി ഹപ്പനെ രഗേനിയ ലഗനഗനക ശംഭനാഥനാഥനാഥന. ഈ ആഴ്ച ബലത്തിന്റെ ആഴ്ചയാക്കി ദൈവം മാറ്റുമഭിനായി സ്തോത്രം. പ്രിയരെ, ഒരു സമയത്ത് ഏലിയാവിന് വേണ്ടി ഇറങ്ങി വന്നതൊരു കാക്കയാകട്ടോ. ഒരു സമയത്ത് ഏലിയാവിനെ സൂക്ഷിച്ചത് കെരീത്ത് തോട്ടിൽ വെള്ളമാ. ഒരു സമയത്ത് ഏലിയാവിനെ ധൈര്യപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? വിധവയുടെ വീടാ. ഒരു സമയത്ത് കാക്ക, ഒരു സമയത്ത് കെരീത്ത് തോട്ടിലെ വെള്ളം, ഒരു സമയത്ത് വിധവയുടെ വീട്, ഒരു സമയത്ത് വിധവ കൊടുത്ത ആമൻ ഒരു പിടി അപ്പം. എന്നാൽ ഈ സമയത്ത് ഏലിയാവിനെ സൂക്ഷിക്കുന്നത് കാക്കയല്ല, വിധവയല്ല, കെരീത്ത് തോട്ടിലെ വെള്ളമല്ല. ഈ സമയത്ത് ഏലിയാവിനെ ശക്തീകരണം കിട്ടണമെങ്കിൽ കാക്ക വന്നാൽ പറ്റില്ല. ഒരു ഹല്ലേലൂയ പറയാമോ? ഈ സമയത്ത് ഏലിയാവ് ബലപ്പെടണമെങ്കിൽ വിധവ വന്ന പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ പറയാമോ? ഈ സമയത്ത് ഏലിയ ബലപ്പെടണമെങ്കിൽ വിധവയുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ പറ്റത്തില്ല. ഈ സമയത്ത് ഏലിയ ബലപ്പെടണമെങ്കിൽ ദൂതൻ തന്നെ ഇറങ്ങി വന്നാലേ പറ്റത്തുള്ളൂ. എനിക്കറിയില്ല, ഞാൻ തന്നെ ഈ എഴുതി വെച്ചിരിക്കുന്ന നോട്ടിനകത്ത് ഞാൻ ഈ പറയുന്ന സംഭവമൊന്നും ഇല്ല കേട്ടോ. ഇന്ന് പകൽ ദൂതിന്റെ ദൈവം തിരിച്ചിട്ട് പറയുന്നു, ഈ ആഴ്ച ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ ദൂതൻ
ദൂതന്മാർ ലിറ്ററലി ഇറങ്ങാൻ പോകുകയാണ്. അക്ഷരികമായി ദൈവത്തിന്റെ ദൂതന്മാർ ചില വീടുകൾക്കകത്ത് ചിലരെ പ്രാർത്ഥനയിൽ ശക്തീകരിക്കുക. യേശുവിന്റെ ആ പദം അടിവരയിട്ട് കേട്ടോ, നിന്റെ പ്രാർത്ഥന ഉൾമുറിക്കകത്ത് ഈ ആഴ്ച നീ ദൂതനെ കാണൂ. ഞാൻ ഉറപ്പിച്ച് ഇന്ന് പകൽ ആത്മാവിൽ പ്രഖ്യാപിക്കുക, അടുത്ത ആഴ്ച വിശ്വാസമുള്ള ചിലർ സാക്ഷ്യം പറയൂ, കഴിഞ്ഞ ആഴ്ച ഞാൻ ദൈവത്തിന്റെ ദൂതനെ കണ്ടു എന്ന്. രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം യേശുവ രക്തം, രക്തം ചെയ്യും, യേശുവ രക്തം, രക്തം യേശുവ രക്തം, രക്തം ചെയ്യം. റീഗപരംദക രംദകരേ വൈഡപരംശമ രംദകരേ വൈഡപരംദക ലക്തകരേ അത്തക ലക്ഷകരേദകരേ വൈഡപരംദക രൂഢപരേ ശബ്ദകരത്തക രത്തകരേ സാദരഗത്തി ശബ്ദലകേ വൈഡംഭാരം ധൂഡംഭാരം ശാരം ധേരം ധേരം ധേ. ഞങ്ങളുടെ സഭ ബലപ്പെട്ടിരിക്കട്ടപ്പാ, ഞങ്ങളുടെ സഭയിലുള്ളവർ ബലപ്പെട്ടിരിക്കട്ടെ. തളർന്നതിനെ ദൈവം ശക്തീകരിക്കുമോ വിരായ് സ്തോത്രം. അപ്പൊ കരഞ്ഞ് 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 ഒരു മനുഷ്യനെ തളരുവാൻ സാധ്യതയുണ്ട്. കരഞ്ഞ് കരഞ്ഞ് തളരുവാൻ സാധ്യതയുണ്ട്. വേദപുസ്തകം ഗലാത്യർ 6:9 പറയുക, നന്മ ചെയ്യൽ നീ തളർന്നു പോകരുത്. നന്മ ചെയ്യൽ നീ എന്ത് ചെയ്യരുത്? തളർന്നു പോകരുത്. നന്മ ചെയ്യുന്നത് തളരാൻ പാടില്ല. ആമേൻ സ്തോത്രം. പിന്നെ ഈ മർക്കോസ് 8:3 പറയുക, യേശുവിനോട് കൂടെ നിൽക്കുന്ന ഒരു പുരുഷാരം. ഇവർ മരുഭൂമിയിലാകട്ടോ. മരുഭൂമിയിലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞേ, ആമേൻ സ്തോത്രം, അതെ നിങ്ങൾ ഇവർക്ക് തിന്നാൻ കൊടുക്കണം, ഇല്ലെങ്കിൽ എന്നോ സംഭവിക്കും, ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. വഴിയിൽ വെച്ച് എന്ന് വെച്ചാൽ ഇവർ വീട് വരെ എത്തത്തില്ല. ഞാൻ ആ വാക്കിനെ അങ്ങ് അടിവരയിടുക. എന്നാണെന്നറിയാമോ വെച്ചാ, എൻ്റെ തളർച്ചയെ മുൻകൂട്ടി കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പൊന്ന് സഹോദരിമാരെ, യേശു ഈ വാക്ക് പറയുമ്പോൾ പുരുഷാരം തളർന്നിട്ടില്ല. പുരുഷാരം പ്രസംഗത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയോടെ നിൽക്കുക. അപ്പം പോലും തിന്നിട്ടില്ല. ഒരു ബാലനുണ്ട്, അമ്മ കൊടുത്തയച്ച അപ്പം അവൻ്റെ കയ്യിലുണ്ട്. ആ അപ്പം പോലും അവൻ തിന്നിട്ടില്ല. അവൻ ഇപ്പം നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് ആ വചനത്തിൻ്റെ ശക്തിയോടെ നിൽക്കുന്നത്. യേശുവിൻ്റെ 3 ദിവസത്തെ മരുഭൂമിയിലെ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ശക്തിയോടെ ഇപ്പൊ പുരുഷാരം നിൽക്കുന്നത്. യേശു പറഞ്ഞു, ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഓക്കെയാ, ഇത് ഓക്കെ, ഇവിടെ കയ്യടിയുണ്ട്, ഇവിടെ ആരാധനയുണ്ട്, ഇവിടെ സാക്ഷ്യം പറച്ചിലുണ്ട്, ഇവിടെ ആരാധന ഒക്കെ ശരിയാണ്. പക്ഷേ പ്രശ്നം എന്നാണെന്നറിയാമോ, യോഗം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ വീടിന്റെ അന്തരീക്ഷത്തിൽ ഈ സാധനം ഒന്നുമില്ല. വീടിന്റെ അന്തരീക്ഷത്തിനകത്ത് ഈ അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല. അപ്പോൾ വീടിന്റെ അറ്റ്മോസ്ഫിയർ നിന്നെ തളർത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി യേശു പറയുന്നു, അവർ തളർന്നു പോകാതിരിക്കാൻ നിങ്ങൾ അവർക്ക് അപ്പം കൊടുക്കണം. സ്തോത്രം. തളർച്ചകളെ മുൻപ് കൂട്ടി കാണുന്ന ദൈവം. ഇന്ന് പകൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുന്ന അഭിഷേകം എത്രയും ഭയങ്കരമാണോ അത്രയും അഭിഷേകത്തോടെ തന്നെ നമ്മൾ വീട്ടിനകത്തും കോറും. കാരണം ഇവിടെ വെച്ച് തന്നെ അവൻ നമുക്ക് അപ്പം തന്ന് തൃപ്തിയോടെ നമ്മളെ മടക്കി അയക്കും. ആ ജീവന്റെ അപ്പം ആത്മാവിൽ കാണുന്നവർ മാത്രം കരവും ശബ്ദവും ഉയർത്തി ശക്തിയോടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ വഴിയിൽ വെച്ച് തളരുവാൻ സാധ്യതയുണ്ടെന്ന് വേദപുസ്തകം പറയുകയാണ്. തളർച്ചകളുടെ മേഖലകൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു 20-25 തളർച്ചകളുടെ വാക്യങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഒന്നും പറയാൻ നിൽക്കുന്നില്ല. 20-25 വാക്യങ്ങൾ, 7-8 തളർച്ചകൾ ഞാൻ പറഞ്ഞു. നിങ്ങളത് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുക. വഞ്ചനകൾ തളർത്തും, ലജ്ജകൾ നമ്മളെ തളർത്തും, ദൈവത്തിൽ ആശ്രയം വയ്ക്കാത്തവൻ തളരും, വാക്കുകൾ നമ്മളെ തളർത്തിക്കളയും, പിന്നെ നിലവിളിയും കണ്ണുനീരും ചില സമയങ്ങളിൽ നമ്മളെ തളർത്തിക്കളയും. ആമേൻ സ്തോത്രം. നന്മ ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ നമ്മൾ തളരാൻ സാധിക്കും. നന്മ ചെയ്യുകയിൽ തളരരുത്. ആമേൻ സ്തോത്രം. പിന്നെ യേശുവിന്റെ കൂടെ നിന്ന മരുഭൂമിയിലെ ജീവിതയാത്രയിൽ നമ്മൾ തളരുവാൻ സാധ്യതയുണ്ട്. ഈ തളർച്ചകളെയെല്ലാം ജയിക്കണം. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ദാവീദ് തളർന്നെന്ന വാക്യം, അങ്ങനല്ലേ വാക്യം വായിച്ചേ? 15-ാമത്തെ വാക്യം എങ്ങനെയാ വായിച്ചത്? യുദ്ധം ചെയ്തു പടയേറ്റു ദാവീദ് എന്ത് ചെയ്തു? തളർന്നുപോയി. ദാവീദ് തളർന്നുപോയി. നിങ്ങൾക്കറിയാമോ, ഈ 15-ാമത്തെ അധ്യായത്തിനകത്ത് 2 വിഷയങ്ങളുണ്ട്. 2 വിഷയങ്ങൾ. അത് 2 ശ്രദ്ധിച്ചു കേട്ടിട്ട് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കണം. 2 വിഷയങ്ങൾ 21-ാമത്തെ അധ്യായത്തിനകത്തുണ്ട്. 21-ാം അധ്യായത്തിലെ 1-ാമത്തെ വിഷയം ഞാൻ പറയാം. 21-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? 21-ന്റെ 1-ാമത്തെ വാക്യം. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ, ആ വാക്കിൽ അടിവരട്ടോ, തുടരെ 3 വർഷവും അടുപ്പിച്ച് ക്ഷാമം. എന്നാ പ്രശ്നം അറിയാറ്? എന്തോ രൂക്ഷതയുടെ അന്തരീക്ഷം ഇത്. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം. 1 വർഷമൊക്കെ ക്ഷാമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ മനസ്സിലാകും. 1 വർഷമൊക്കെ ക്ഷാമം വന്നാൽ ഓക്കെ നമുക്ക് പിടികിട്ടും. പക്ഷെ തുടരെ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എന്നാ മനസ്സിലാകുന്നു? ചിലർ പറയുകയാണ്, ഈ ആഴ്ച എനിക്ക് പനിയായിരുന്നു, മനസ്സിലായി. അടുത്ത ആഴ്ചയിൽ ഈ സമയമായപ്പോൾ എനിക്ക് പനിയായി എന്ന് പറഞ്ഞാൽ, പിന്നെ അടുത്ത 3 വർഷമായിട്ട് ഈ സമയം എത്തുമ്പോൾ എനിക്കൊരു ക്ഷീണം വരും എന്ന് പറഞ്ഞാൽ എന്നാ മനസ്സിലാകുന്നു? ഒരു സമയത്ത് ഓക്കെ, ഒരു സമയത്ത് പ്രശ്നം ഓക്കെ, അത് എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വരും. പക്ഷെ തുടരെ ഒരു വിഷയം വരുവാണെങ്കിൽ അതിന് എന്തോ ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? അതിനെന്തോ റീസൺ ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു വിഷയത്തിനകത്ത് പരാജയപ്പെട്ടു,
തുടരെ ആ വിഷയത്തിനകത്ത് പരാജയപ്പെടുകയാണെങ്കിൽ എന്തോ അതിൻ്റെ പിന്നിലൊരു പ്രശ്നമുണ്ട് എന്ന് നിശ്ചയമായി മനസ്സിലാക്കണം. ദാവീദിന്റെ ജീവിതത്തിൽ കാലത്ത് തുടരെ ക്ഷാമം ഉണ്ടായി. ക്ഷാമം എന്ന് പറയുന്ന ഒരു പാദം വേദപുസ്തകത്തിൽ ഭയങ്കര ഫെമിലിയറാണ്. ക്ഷാമത്തിന്റെ അനുഭവം, ക്ഷാമത്തിന്റെ കെട്ടുകൾ ഭയങ്കര രൂക്ഷമാണ്. പുതിയ നിയമസഭയിൽ ക്ഷാമം പ്രവചിച്ചൊരു മനുഷ്യനുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം, പുതിയ നിയമത്തിനകത്ത് ക്ഷാമം പ്രവചിച്ചൊരു മനുഷ്യനുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായമാണോ? 11-ാമത്തെ അധ്യായം. പ്രവൃത്തിയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം. അഗബോസ് എന്ന് പറയുന്ന മനുഷ്യൻ 27-ാമത്തെ വാക്യം വായിച്ചേ. പ്രവൃത്തിയുടെ പുസ്തകം എല്ലാവരും എടുത്തോ വാക്യം. പ്രവൃത്തിയുടെ പുസ്തകം 11:27. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. പ്രവാചകന്മാരെല്ലാം അന്ത്യോക്യയിലേക്ക് വരിക. അപ്പൊ അതിനെ ശ്രദ്ധിച്ചു കേട്ടോണം. പ്രവാചകന്മാരെല്ലാം അന്ത്യോക്യയിലേക്ക് വരികയാണ്. അടുത്തത് ഒത്തിരി പ്രവാചകന്മാരിരിക്കുന്ന അന്ത്യോക്യ സഭയ്ക്കകത്ത് ഒരു പ്രവാചകൻ ചാടി എഴുന്നേറ്റ് ഒരു പ്രവചനം നടത്തി. പ്രവചനം നമുക്ക് കൈയടിക്കാൻ പറ്റുന്ന പ്രവചനമൊന്നുമല്ല. സ്വതന്ത്രം വഴി തുറന്നോ വാതിൽ തുറന്നോ അത്ഭുതം വെളി, ഇതൊന്നും അല്ല പ്രവചനം. പ്രവചനം എന്നാണെന്നറിയാമോ? അഗബോസ് എന്ന പേരുള്ള പ്രവാചകൻ എഴുന്നേറ്റിട്ട് പ്രവചിച്ച പ്രവചനം എന്നാ? ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന്. അപ്പൊ പ്രവചന ശബ്ദം സ്വത്രം പറയാൻ വകുപ്പുള്ളതല്ല. ആണോ? അല്ല. മഹാക്ഷാമം ഉണ്ടാകും. ഇനി ക്ഷാമം ഉണ്ടാകും എന്നുള്ള പ്രവചനം കേട്ടപ്പോൾ ഇവർ ചെയ്ത കാര്യം എന്നാ? ഇവർ ചെയ്ത കാര്യം അടുത്ത വാക്യം. അപ്പോൾ ആ വാക്യം കണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രവചനം കേട്ടു. ക്ഷാമം ഉണ്ടാകും എന്നുള്ള പ്രവചനം കേട്ടപ്പോൾ തന്നെ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി, സഹായത്തിനായി, എന്നിട്ട് മറ്റൊരു ട്രാൻസ്ലേഷൻ, സഹായത്തിനായിട്ട് ശിഷ്യന്മാരിൽ ഓരോരുത്തൻ, എന്നാ വാക്യം ഒരു സഹോദരൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്കത് കത്തിയില്ല. സ്തോത്രം. ഞാനത് ഇങ്ങനെ വളരെ ശാന്തമായിട്ട് പറയാം. ഈ ചർച്ചിനകത്ത് മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ഒരു പ്രവാചകൻ പ്രവചിച്ചു. ഞാൻ തന്നെയാണെന്ന് ഇരിക്കട്ടെ, ഒരു സഹോദരൻ പറഞ്ഞാട്ടെ. ഞാൻ പ്രവചിക്കുകയാണ് നമ്മുടെ സഭയിൽ മഹാക്ഷാമം ഉണ്ടാകാൻ പോവുക എന്നൊരു പ്രവചനം ഞാൻ പ്രവചിച്ചപ്പോൾ സഭയായ നിങ്ങൾ ചെയ്ത് എന്നാണെന്നറിയാമോ? നിങ്ങൾ കയ്യിലുള്ള ഫണ്ടുകളല്ല, പൈസ എല്ലാം കൂടെ സ്വരുക്കൂട്ടിയിട്ട് സഹായത്തിന് വേണ്ടി അടുത്ത സഭകളിൽ അയക്കാൻ തുടങ്ങി. ഒരു സഹോദരൻ പറഞ്ഞാട്ടെ. അങ്ങനെ ചെയ്യുക വെച്ചാൽ ആരെങ്കിലും ഇവിടെ ക്ഷാമം ഉണ്ടാകാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ബുദ്ധി കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്നാ? നമ്മൾ പറയും ഇപ്പം പൈസ ഇറക്കി കളിക്കേണ്ട, എന്നാ ക്ഷാമം ഉണ്ടാകാൻ പോവാണല്ലോ, പൈസ ആവശ്യമുണ്ട്. അതാ ബുദ്ധി കൊണ്ട് ചെയ്യേണ്ടത്. ബുദ്ധി കൊണ്ട് അങ്ങനെ ചെയ്യണ്ടേ. പക്ഷേ ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചപ്പോൾ സഭ ചെയ്തത് പൈസ എല്ലാം കൂടെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് പിരിവെല്ലാം കൂടെ ഇട്ട് അവരപ്പുറത്തെ നാടുകളുടെ സഹായത്തിന് വേണ്ടി അയച്ചെന്ന്. ഞാൻ അവരോട് ചോദിക്കുക, എന്താ ഇത്ര തൻ്റെ ഇടം? നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് എന്തിനാ ഇപ്പോൾ ഇറക്കുന്നത്? നിങ്ങൾക്ക് ക്ഷാമം വരാൻ പോവല്ലേ? അവർ പറഞ്ഞു ക്ഷാമം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ, ഇപ്പം കൈ പൈസ ഉണ്ട്, ഇപ്പം ഇതിറക്കി ഒരു വിത്ത് പോലെ ഇട്ട് കഴിഞ്ഞാൽ സഹായത്തിന് സഭകളെ ഞങ്ങൾ സഹായിച്ചാൽ ഞങ്ങളുടെ ക്ഷാമത്തിൽ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചുകൊള്ളും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽ ചിലരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവം തരുന്നത്. നിന്റെ ഇല്ലായ്മകളിൽ വിതയ്ക്കാൻ ദൈവം എന്തിനാ നിന്നെ നിർബന്ധിച്ചെന്നറിയാമോ? നിന്റെ വല്ലായ്മകളിൽ വിതയ്ക്കാൻ ദൈവം നിന്നെ നിർബന്ധിച്ചെന്തിനാണെന്നറിയാമോ? ആ വിഷയം രൂക്ഷമാകുന്നതിനേക്കാൾ മുമ്പ് നിനക്കുള്ള കൊയ്ത്ത് സ്വർഗം മടക്കി വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ ആത്മാവിൽ പ്രതീക്ഷയോടെ നോക്കുക. ഓരോ സണ്ടകളിലും നമ്മൾ ഇല്ലായ്മകളിൽ വിതയ്ക്കുന്ന വിത്തുകൾ നമ്മൾ ആത്മാവിൽ വിതയ്ക്കുക. എന്തിനാണെന്നറിയാമോ? ജീവിതത്തിൽ ക്ഷാമം കയറി പിടിക്കുന്നതിനേക്കാൾ മുമ്പ് ആത്മാവിൽ ചില കൊയ്ത്തുകൾക്ക് വേണ്ടി ചില വിത്തുകൾ എറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ക്ഷാമമുണ്ടാകുമെന്ന് അന്ത്യോക്യ സഭയ്ക്ക് ദൂത് കേട്ടപ്പോൾ അവർ ചെയ്തു. യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ സഹായത്തിന് ശിഷ്യന്മാരിൽ ഓരോരുത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തനെയും വിട്ടില്ല. എല്ലാവരും ആഭാരവൃത്തം ജനവും അവർ പൈസ പിരിച്ചിട്ട് സഹായത്തിന് വേണ്ടി പ്രാപ്തി പോലെ കൊടുത്തയക്കാൻ നിശ്ചയിച്ചു. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ക്ഷാമം ഭയങ്കര വിഷയമാണ്. നമ്മൾ വായിച്ച അധ്യായത്തിനകത്ത് തുടരെ ക്ഷാമം ഉണ്ടാകുക ദാവീദിന്റെ കാലത്ത്. ഇനി ആ വാക്യത്തിലേക്ക് മടങ്ങുക. അതിനകത്തൊരു ദൂത് പറഞ്ഞിരിപ്പുണ്ട്. തുടരെ ക്ഷാമം ഉണ്ടായപ്പോൾ ദാവീദ് എന്നാ ചെയ്തേ? ദാവീദ് ചെയ്തത് ആമേൻ സ്തോത്രം. തൊട്ട് താഴത്തെ വാക്യം 21-ന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് വായിച്ചു. അത് അവൻ നിമിത്തം രക്തപാതകമുള്ള ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം ഉണ്ടായി. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇങ്ങനെ തുടരെ ക്ഷാമം ഉണ്ടായപ്പോൾ ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു. ഒരു ഹല്ലേലൂയ പറയാമോ? എന്നാ മനസ്സിലായി? ഒരു വിഷയം ജീവിതത്തിനകത്ത് വന്നപ്പോൾ ദൈവത്തോട് ആരാധന ചോദിച്ചെന്ന്. ഒരു വിഷയം വന്നപ്പോൾ ദൈവത്തോട് ആരാധന ചോദിച്ചെന്ന്. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഒരു വിഷയം ജീവിതത്തിൽ വരുമ്പോൾ, ഒരു പരാജയം ജീവിതത്തിൽ വരുമ്പോൾ, ഒരു തകർച്ച ജീവിതത്തിൽ വരുമ്പോൾ തമ്പുരാന്റെ സന്നിധി മുട്ടുമടക്കിയിട്ട് ദൈവത്തോട് ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ എന്നാ ഈ വിഷയം വന്നേ? യേശുവേ നിനക്കൊന്ന് പറഞ്ഞു തരാൻ പറയാമോ? അങ്ങനെ പറഞ്ഞാൽ ദൈവം സംസാരിപ്പാൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർക്ക് ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം മിണ്ടാതിരുന്നെന്നാണോ? അടുത്ത വാക്യം എന്നാ വായിക്കുന്നത്? ദൈവം മൗനമായിരുന്നെന്നാണോ? അല്ല, ദൈവം കാരണം പറഞ്ഞു. കാരണം എന്നാ? ശൗൽ
ദൈവം കാരണം പറയാം, എടാ തുടരെ തുടരെ ക്ഷാമം ഉണ്ടാകുന്ന കാര്യം അറിയാമോ? സ്തോത്ര, ശൗലുണ്ടല്ലോ, നിനക്ക് മുമ്പ് രാജാവായിരുന്ന ശൗല്. ആ ശൗല് ഗിബയോനിരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തം രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്ന് യഹോവ. എന്നാ മനസ്സിലായി? തുടരെ തുടരെ ക്ഷാമം ഉണ്ടായപ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിച്ചു, കാരണം പറ കർത്താവേ. കർത്താവ് പറഞ്ഞു, കാരണം വേറൊന്നുമല്ല, നിനക്ക് മുമ്പ് വേറൊരുത്തൻ രാജാവുണ്ട്, അവന്റെ പേര് ശൗൽ എന്നാ. അവന് പോയി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിനകത്ത് രക്തപാതകം അവന്റെ വീട്ടിനകത്തുണ്ട്, അവന്റെ ഗ്രഹം അത് നിമിത്തം നശിച്ചിരിക്കുക. ആ കാരണത്താലാ ഇപ്പൊ തുടരെ തുടരെ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ അറിയാമോ? ഒരു മേഖലയെ നമ്മൾ ആത്മാവിൽ നിന്ന് വെട്ടാൻ പോവുക. ഇവന് മുമ്പിട്ടുള്ളൊരു തലമുറ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങൾ നിമിത്തം ഇവന്റെ കാലത്തിനകത്ത് ഒരു പൈശാചിക സ്വാധീനം അല്ലെങ്കിൽ ക്ഷാമത്തിന്റെ കെട്ട്, അപ്പനപ്പൂപ്പന്മാരുടെ കാലഘട്ടം മുതൽ ചെയ്ത ചില പ്രവൃത്തികൾക്ക് പരിണിത ഫലമായി ഈ തലമുറയിൽ വേദന അനുഭവിക്കുന്ന ചിലരുണ്ട്. ഞാനത് പറയുമ്പോൾ മനസ്സിനകത്തൊരു ആശങ്ക ജനിക്കുന്നുണ്ട്. അപ്പൻ മുന്തിരിങ്ങ കടിച്ചാൽ തലമുറയ്ക്ക് അങ്ങനെ ചോദ്യം മനസ്സിനകത്തുണ്ടല്ലേ? ഉണ്ട്, അങ്ങനെ ഒരു സ്വാധീനം ഉണ്ട്. അപ്പന്മാർ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങൾ തലമുറയ്ക്ക് ശാപമായി കിടക്കുന്നവർ ഇന്നത്തെ കാലത്തിലും ഉണ്ട്. അപ്പന്മാർ ചെയ്ത തെറ്റുകൾ നിമിത്തം, പിതാക്കന്മാർ കഴിഞ്ഞു പോയൊരു തലമുറ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം ഇന്നും ഭാരം അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് പകൽ ഈ ദൂതിനകത്ത് ഞാൻ കരം വെച്ചിട്ട് പറയുക, ദാവീദ് ദൈവത്തോട് ചോദിച്ചു, കാരണം പറയാമോ? എൻ്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം. ദൈവം പറഞ്ഞു, എടാ നീ അല്ല കാരണം. നിനക്ക് മുമ്പ് ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ചെയ്തു കൂട്ടിയ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിനകത്ത് ദൈവഹിതമില്ലാത്തൊരു രക്തം അവന്റെ കരത്തിനകത്ത് രക്തപാതകമുണ്ട്. അത് നിമിത്തമായി ഈ തലമുറയിൽ നീ വേദന അനുഭവിക്കുന്നത്. അപ്പോൾ ദാവീദ് ആ വിഷയം മനസ്സിലാക്കിയപ്പോൾ അടുത്ത വാക്ക് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. ഒരു പരിഹാരം ദാവീദ് ചെയ്യുക. ഈ രക്തപാതകം വന്ന അല്ലെങ്കിൽ ആരെയാണോ ദ്രോഹിച്ചത് അവരുടെ പേര് അവിടെ കിടപ്പുണ്ടല്ലോ, അവരുടെ പേര് ഗിബയോനിരെ കൊല്ലുക കൊണ്ട്. ആരെ? ഗിബയോനിരെ. ഈ ഗിബയോനരെ അടുക്കൽ ചെന്നിട്ട് ദാവീദ് പറഞ്ഞു, വെച്ചാ നിങ്ങൾ നിമിത്തം ഞങ്ങളിപ്പോ ഭയങ്കര ഭാരത്തില്ല, ഞങ്ങളുടെ നേരത്തെ ഇരുന്ന രാജാവ് ദ്രോഹിച്ചിട്ടുണ്ട്, പറ നിങ്ങൾക്ക് എന്നാ വേണ്ടുന്നേ? അപ്പൊ ഇവര് തിരിച്ചു പറയുന്ന മറുപടി 21 അധ്യായത്തിലുണ്ട്. ഇപ്പൊ നോക്കണ്ട, എന്നെ നോക്കിയോ? ഇവര് പറയാ, അച്ഛാ എന്നാ വെള്ളി കൊണ്ട് ഈ പ്രശ്നം തീരുന്നതല്ല, പൊന്നുകൊണ്ട് ഈ വിഷയം തീരുന്നതല്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, നിങ്ങളുടെ മുഖത്തെ ക്യൂരിയോസിറ്റി ഒക്കെ കാണുമ്പോൾ എനിക്ക് പ്രസംഗിക്കാനൊക്കെ ആവശ്യം ആദ്യമായിട്ടൊക്കെ ഇതിങ്ങനെ കേൾക്കുന്നവരുണ്ട്. ഗിബയോനിര് വരിക, വെള്ളി കൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രശ്നം തീരില്ല, ശൗൽ ഞങ്ങളോട് ചെയ്ത ദ്രോഹം പൊന്നുകൊണ്ട് തീർക്കാൻ പറ്റുന്നൊന്നുമല്ല എന്ന് വെച്ചാൽ കുറച്ച് പൈസ നിങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അപ്പൊ ദാവീദ് പറഞ്ഞു, പരിഹാരം നിങ്ങൾ പറ, എന്നാ വേണം നിങ്ങൾ പറ. സ്തോത്രം. അപ്പൊ ഗിബയോനര് പറയാ, ഒരു കാര്യം ചെയ്യാം, ശൗലിന്റെ തലമുറയിൽ നിന്ന് ഒരു 7 എണ്ണത്തെ ഞങ്ങൾക്ക് തരാമോ? അതെന്താ? അന്ന് ശൗല് വന്ന് യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങളുടെ 7 എണ്ണത്തെ അവൻ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനാണെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരു 7 എണ്ണത്തെ ഞങ്ങൾക്ക് ദാവീദ് പറഞ്ഞു, എടുത്തു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അങ്ങനെ ഗിബയോനിര് ശൗലിന്റെ ഗ്രഹത്തിൽ നിന്ന് ഒരു 7 എണ്ണത്തെ തപ്പി പിടിച്ചെടുത്തു. അവരെ കൊണ്ടുവന്ന് തൂക്കി കൊന്നു കളഞ്ഞു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. എന്തു വച്ച ഇതിനൊക്കെ ആത്മീയ അർത്ഥം പറയാം. സ്തോത്രം. പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ അകൃത്യം ഇന്നും ജീവനോടെ ശേഷിക്കുമ്പോൾ അതിനെ പിടിക്കണം, എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് നശിപ്പിക്കണം. അതിൻ്റെ ഒരു വിത്ത് പോലും നമ്മുടെ വീട്ടിൽ ശേഷിക്കാൻ പാടില്ല. ഈ ദൂതൊക്കെ ആരോടാ ദൈവം സംസാരിക്കുന്നില്ല? നിന്റെ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഒരു വിത്ത് പോലും ഇനി ശേഷിക്കാൻ പാടില്ല. തകർത്ത് കളഞ്ഞേക്കണമെല്ലാം, ഉടച്ച് കളഞ്ഞേക്കണമെല്ലാം. ഒരു ചെറിയ ഫോട്ടോയെങ്കിലും വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞേക്കതിനെ. ഒരു ചെറിയ വിഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ ഉടച്ച് കളഞ്ഞേക്കതിനെ. അതിൻ്റെ ഒരു സീഡ് പോലും ഇനി ഉണ്ടാകാൻ പാടില്ല. ദാവീദ് പറയാം, പരിഹാരം നിങ്ങൾ പറ. അവർ പറഞ്ഞ്, പണം കൊടുത്താൽ തീരുന്ന പരിപാടിയല്ല ഇതാ, കൂട്ടത്തിലുള്ള ശേഷിക്കുന്നതിനെല്ലാം 7 എണ്ണത്തെ ഞങ്ങൾ കൊണ്ടുവന്ന് തൂക്കട്ടെ. അടുത്ത വാക്ക്, മലയുടെ മുകളിൽ ഇവറ്റകൾ കൊണ്ടുവന്ന് അതിനെ തൂക്കിയച്ചാ. തൂക്കിയപ്പോൾ ഒരു സംഭവം നടന്നു. അത് നിങ്ങൾക്ക് സന്തോഷം വരുന്ന വാക്യ, എല്ലാവരും എടുത്തോ. തൂക്കിയപ്പോൾ നടന്ന സംഭവം, വിഷയത്തിന് പരിഹാരം വന്നപ്പോൾ 14-ാമത്തെ വാക്കിന്റെ ഏറ്റവും ഒടുവിലത്തെ പദം, 14-ാമത്തെ വാക്കിന്റെ ഏറ്റവും ഒടുവിലത്തെ പദം, അതിന്റെ ശേഷം. എല്ലാവരും ആ വാക്യം കണ്ടോ? എല്ലാവരും ആ വാക്യം കണ്ടോ? അതിന്റെ ശേഷം. എല്ലാവരും കണ്ടോ? വായിച്ചേ, ഒരുമിച്ച് വായിച്ചേ. അതിന്റെ ശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു. അപ്പൊ ഇത്രയും നാൾ പ്രാർത്ഥനകളെ തടഞ്ഞതുപോലും പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ പരിണിത ഫലമാ. എൻ്റെ പൊന്ന് സഹോദരിമാരെ, നമ്മൾ ഇത്രോ ഇരുന്ന് കരഞ്ഞിട്ടും, ഇത്രോ ഇരുന്ന് യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുക, ഇത്രോ ഞങ്ങൾ ഉപവസിച്ചിട്ടും, ഇത്രോ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ചില പ്രാർത്ഥനയ്ക്ക് ഇന്നും മറുപടി ഉണ്ടാക്കാത്തതിന് സഹിച്ച കാരണം അപ്പന്മാർ ചെയ്തു കൂട്ടിയ അകൃത്യം ജീവനോടെ ശേഷിക്കുന്നത് കൊണ്ടാ. എന്നാൽ അവയെ തൂക്കിക്കൊന്നതിന് ശേഷം, അവയെ തകർത്ത് കളഞ്ഞതിന് ശേഷം ദേശത്തിന്റെ പ്രാർത്ഥന യഹോവ കേട്ടെന്ന് രക്തം ക്ഷയമെടുക്കുന്നു. ഈ
ആഴ്ച വീട്ടിനകത്ത് അവശേഷിക്കുന്ന ചില പാവത്തിന്റെ, പാരമ്പര്യത്തിന്റെ, ശാപത്തിന്റെ ചില മേഖലകൾ ഇന്ന് പകൽ കെട്ടുപൊട്ടിച്ചാൽ ഈ ആഴ്ച ചില പ്രാർത്ഥനകൾക്ക് മറുപടി ആയിരിക്കും. ഇരിക്കുന്നത് ഹോളിനകത്താണെങ്കിലും വിട്ടേച്ചു വന്ന വീടുകളെ നോക്കി ദൈവാത്മാവിൽ പറ, ഈ ആഴ്ച എന്റെ വീടിനകത്ത് അപ്പന്മാർ ചെയ്തു കൂട്ടിയ ചില അകത്യങ്ങളെ ഞങ്ങൾ അങ്ങ് പരിഹരിക്കാൻ പോകുകയാ യേശുവിന്റെ നാമത്തിൽ. ഇങ്ങനൊരു ദൂത് ഇതിന് മുമ്പ് ഒന്നും നമ്മൾ ഈ ഹോളിൽ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ദൈവം ഇടപെടുന്ന ശബ്ദമാണ്. ഇതിനകത്തിരിക്കുന്ന മെജോറിറ്റി ഗ്രൂപ്പ് ഹൈന്ദവ മാർഗത്തിൽ നിന്നും ശാപത്തിന്റെ അന്തരീക്ഷത്തിൽ ഞാൻ ഉൾപ്പെടെയാ, ആമേൻ, നിങ്ങളുടെ പാസ്റ്ററായ ഞാൻ ഉൾപ്പെടെ ശാപത്തിന്റെ വീട്ടിൽ നിന്നൊക്കെ വന്നവരാ. ഇനി ഒരു വിത്ത് പോലും അവശേഷിക്കരുത്. ഒരുമിച്ച് നമ്മൾ സഭയായി ചേർന്ന് ഈ ആഴ്ച അപ്പന്മാർ ചെയ്തു കൂട്ടിയ ചില അകത്യങ്ങളുടെ വിത്തുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അതിനെ കേട്ടു പൊട്ടിക്കട്ടെ. അത് മലയുടെ മുകളിൽ കൊണ്ടുവന്ന് നീ തൂക്കിക്കള. അതിന്റെ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് നീ തൂക്കിക്കള യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയാം ആ കരമടി നിമിത്തം ഭവനത്തിനകത്ത് ചില ക്ലിയറൻസുകൾ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. നീ ഇന്ന് പകൽ കരമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറം കിടക്കുന്ന നിന്റെ വീട്ടിനകത്ത് അപ്പന്മാർ ചെയ്തു കൂട്ടിയ ചില പൂജാ കർമ്മങ്ങൾ, ചില ശാപത്തിന്റെ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ദൈവഹിതമില്ലാതെ നിന്റെ പിതാക്കന്മാരുടെ കയ്യിൽ വന്ന ചില രക്തത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ ദൈവം തൂക്കിക്കളയട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവം അത് തൂക്കിക്കളയട്ടെ. ഈ വചനം ചില വീടുകളെ ദൈവം ശുദ്ധീകരിക്കുന്നുണ്ട്. ഈ വചനം ചില വീടുകളെ ദൈവം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി നിന്റെ വീട്ടിനകത്ത് അപ്പന്മാരുടെ സീഡല്ല ഉള്ളത്, പിന്നെ ആരുടെ സീഡാണെന്നറിയാമോ? സാക്ഷാൽ ജീവനുള്ള യേശുവിന്റെ വിത്ത്, വചനത്തിന്റെ വിത്ത് നിന്റെ തലമുറയിൽ വാടാൻ പോകുകയാണ്. വചനത്തിന്റെ വിത്ത് നിന്റെ ജനറേഷനിൽ വാടാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇനി നിന്റെ തലമുറകൾ വളരുന്നത് അപ്പന്മാരുടെ ശാപം പേറിയല്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ഇന്ന് പകൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക, അപ്പന്മാർ ചെയ്തു കൂട്ടിയ ചില അകൃത്യങ്ങളെ ഈ ആരാധനയ്ക്കകത്ത് ദൈവം തുടച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഓരോ കുടുംബങ്ങളുടെ പേരെടുത്ത് പറയണം എന്നെ മനസ്സിനകത്ത് താല്പര്യമുണ്ട്. ഓരോ വീടുകളുടെ പേരെടുത്ത് പറയണം. ആമേൻ, സ്തോത്രം. ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാ. അതുകൊണ്ട് ഒരുമിച്ച് ഞാൻ പറയാ, നിങ്ങളുടെ അപ്പന്മാർ ചെയ്തു കൂട്ടിയ സകല അകൃത്യങ്ങളും പാരമ്പര്യത്തിന്റെ ശാപവും ഓടനാവട്ടത്തുള്ള എന്റെ വീടിനെ നോക്കി ഈ ദൂത് നിമിത്തം ഞാൻ പറയുന്നു, 2 തലമുറ മുതൽ ഞങ്ങളുടെ വീടിന്റെ വസ്തുവിനകത്ത് വെച്ചാരാധന നടത്തിയ സകല ഇനി ഒരു സീഡ് അതിനകത്ത് ഉണ്ടാകത്തില്ല. അതിനെ ഇന്ന് പകൽ മലയുടെ മുകളിൽ ഞങ്ങൾ തൂക്കിക്കളയാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. സ്വർഗത്തിന്റെ ഒരു വലിയ മഹത്വം. രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം. പ്രാർത്ഥിക്കാൻ പോകുക. ദൂത് തീർന്നില്ല, ഇത് ദൂതിന്റെ ആമുഖമാണ്. അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ എടുക്കും. ശൗൽ ചെയ്ത ഒരു കാര്യം നമ്മൾ ചിന്തിച്ചോളൂ. എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും. ഇപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, ഒരുമിച്ച് സ്തോത്രത്തോടെ ഏൽപ്പിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ഹൃദയം തുറന്ന് ഈ ദൂതിനെ